Hello everyone and welcome to my YouTube channel. ഇൻഷോട്ടിലും ക്യാൻവയിലും ഒക്കെ ഫോട്ടോയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇൻഷോട്ടിലെയാണ് ഫസ്റ്റിലെ കാണിക്കുന്നത്. ഇതേപോലെ ഡയറക്ഷൻ മാറ്റാനും ഒരു ഫോട്ടോയുടെ തന്നെ 2-3 കോപ്പി എടുക്കുന്നതും എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇൻഷോട്ടിലും ക്യാൻവയിലും ഒക്കെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഏരിയ ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഇൻഷോട്ടിൽ ക്യാൻവയുടെ സൈസൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് എഴുതും, പിക്ചേഴ്സൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എഴുതിയതിന് ശേഷമാണ് ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ മിക്കവരും ടെക്സ്റ്റിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടി നിൽക്കുന്ന പിക്ചറൊക്കെ സെലക്ട് ചെയ്തിടാറുണ്ട് അവനവൻ്റെ ഫോട്ടോ. അപ്പോൾ അങ്ങനെ ഇടുമ്പം ടെക്സ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഫോട്ടോയുടെ ആ വിരൽ ചൂണ്ടിയിരിക്കുന്ന ഭാഗം വരുന്നതെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വേറെ സൈസ് ഫോട്ടോ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആ പേജിൽ നിന്നുകൊണ്ട് തന്നെ ഫോട്ടോയുടെ ഡയറക്ഷനൊക്കെ മാറ്റാം. അതിൻ്റെ ടൂൾസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരെണ്ണം ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടതാണ്. കാരണം ടെക്സ്റ്റ് ഈ സൈഡിലും ഫോട്ടോ വിരൽ ചൂണ്ടുന്നത് ഓപ്പോസിറ്റ് സൈഡിലും. നമ്മൾക്ക് ഇതുപോലെ അബദ്ധം പറ്റിയാൽ നമ്മൾക്ക് അതിൽ നിന്നുകൊണ്ട് തന്നെ ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ടൂൾ ബാറിൽ ഫ്ലിപ്പ് എന്ന ആ ഓപ്ഷൻ, ഫ്ലിപ്പും ആ കോപ്പിയും ഒന്ന് ഓർത്ത് വെക്കണം. ഫ്ലിപ്പ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പുറത്തേക്ക് തിരിയും. അതിലൊന്നുകൂടെ പ്രസ് ചെയ്താൽ അത് അപ്പുറത്തോട്ട് തിരിയും. അങ്ങനെ നമ്മൾക്ക് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ആ കോപ്പി എന്നതിൽ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അതിൻ്റെ കോപ്പി അവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻഷോട്ടിലെ ഇതേപോലെ ഫോട്ടോയും ലെറ്റേഴ്സും ഒക്കെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലിപ്പ് എന്ന ഓപ്ഷനാണ്. എല്ലാവർക്കും ഇൻഷോട്ടിൽ ഫോട്ടോസ് ഡയറക്ഷൻ മാറ്റുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ക്യാൻവയിലും ഇതേപോലെ ഫോട്ടോയുടെ ഡയറക്ഷൻ മാറ്റാനുള്ള സെറ്റിങ്സ് ഉണ്ട്. അതും കൂടെ ഇതിൽ കാണിച്ചു തരാം. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ അടിയിൽ കമൻ്റായിട്ട് ഇടുക. ഇതിനു മുമ്പുള്ള വീഡിയോകളെല്ലാം ദയവ് ചെയ്ത് കാണുക. അടുത്തത് നമ്മൾ ക്യാൻവയിൽ എങ്ങനെ ഫോട്ടോയുടെ ഡയറക്ഷൻ മാറ്റാമെന്നാണ് നോക്കുന്നത്. ക്യാൻവയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതെല്ലാം 1-2 വീഡിയോ ആയിട്ട് മുമ്പത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കയറി കാണുക. ക്യാൻവയിൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ് നിങ്ങളെ കാണിക്കുന്നത്. തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ ഇതേപോലെ ഡയറക്ഷൻ ഓപ്പോസിറ്റായി പോയാൽ ക്യാൻവയിലെ ടൂൾസ് ആ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ താഴെ കുറേ ടൂൾ ബാർ വരും. അതിൽ ഫ്ലിപ്പ് എന്ന ഒരു ടൂൾ ബാറുണ്ട്. ഇതായിപ്പോൾ കാണിക്കാം. ആ ഫ്ലിപ്പ് എന്ന ടൂൾ ബാറിൽ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ എന്നീ 2 ഓപ്ഷൻസ് വരും. അതിൽ വെർട്ടിക്കലിൽ നിൽക്കാൻ കണ്ടോ ഫോട്ടോ മുകളിലേക്കും താഴേക്കും ആ രീതിയിലാണ് വരുന്നത്. ഹൊറിസോണ്ടൽ എന്നതിൽ ടൈപ്പ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫോട്ടോയെ നമ്മൾ എഴുതിയ ടെക്സ്റ്റിന് നേരെ വിരൽ ചൂണ്ടുന്നതായിട്ടും സെറ്റ് ചെയ്യാൻ സാധിക്കും. ക്യാൻവയിലുള്ള ഓപ്ഷൻസ് ഫ്ലിപ്പും ഇൻഷോട്ടിലുള്ളതാണ് ആദ്യം കണ്ടതും. അടുത്തത് നമ്മൾ ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇൻഷോട്ട് എന്ന സൈഡിൽ എഴുതി കാണിക്കും. അത് ഡിലീറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആ ഇൻഷോട്ടിൻ്റെ മുകളിലുള്ള ഇൻറ്റു മാർക്കിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഫ്രീ റിമൂവ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഒരു പരസ്യം കാണിക്കും. ആ പരസ്യം ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് ആ ഇൻറ്റു ബട്ടണിൽ ഞെക്കി അത് ക്ലോസ് ചെയ്യാവുള്ളൂ. ഫുൾ പരസ്യം കണ്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ വീണ്ടും ഇൻഷോട്ട് എന്ന് അവിടെ കാണും. അതുകൊണ്ട് ഫുള്ള് പരസ്യം കണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ പേജിൽ ആ ഇൻഷോട്ട് എന്ന് എഴുതിയത് മാറിക്കിട്ടും. കണ്ടോ, താഴെ ആ വീഡിയോയിൽ ഇൻഷോട്ട് എന്നുള്ളത് മാറിക്കിട്ടി. അപ്പോൾ ഇന്ന് ഇത്രയുള്ള ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.